നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ചില രഹസ്യങ്ങളുടെ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഇത്രമാത്രം അകൽച്ച ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണെന്നുള്ള സത്യം നിങ്ങൾ അറിയാൻ പോകുന്നു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള തലക്കെട്ടെന്ന് പറയുന്നത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും കുറേ കാലങ്ങളായി മറ്റുള്ളവരുടെ അമിതമായിട്ടുള്ള കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അമിതമായി നിയന്ത്രിച്ച് നിങ്ങളെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കിയതായിട്ട് അല്ലെങ്കിൽ അത്രയും അകലത്തിൽ കൊണ്ടുപോയി എത്തിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അത്രയും അധികം അടുത്തു പോയിരുന്നവരാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചു പോന്നവരാണ്. കമിതാക്കളാണെങ്കിൽ വളരെയധികം പ്രണയം പങ്കിട്ടും സ്നേഹിച്ചും അനുഭവിച്ചും ഒക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായി കാണപ്പെടുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ വളരെയധികം സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള വ്യക്തികൾ ദുഷ്ടപ്രവർത്തികൾ ചെയ്തതായി കാണപ്പെടുന്നു. ഇത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നോ അതവർ തെളിയിച്ചെടുത്തു, അല്ലെങ്കിൽ അവർ അത് പ്രവർത്തിച്ച് പോസിറ്റീവാക്കി എടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ്. കാരണം ഇവിടെ എന്തുകൊണ്ടോ ആ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്നും എടുക്കപ്പെട്ടു പോയ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾ തളർന്നിരിക്കുന്ന, കേവലം ഒരു ചെറിയ ആശ്വാസമെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതുപോലും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വേറൊന്നുമില്ലെങ്കിലും ഒരിറ്റ് സ്നേഹം മതി, ഒരു തുള്ളി സ്നേഹം മതി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും നിങ്ങൾക്ക് എന്തുകൊണ്ടോ ലഭിക്കാതെ പോയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഹൃദയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ട അവസ്ഥ കാണിക്കുന്നുണ്ട്. കീറി മുറിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിനു മുമ്പ് പലവരും പല രീതിയിലും നിങ്ങളെ പറ്റിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നുമൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കരകയറി വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വളരെയധികം വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നു പെട്ടിട്ടുള്ളത്. നിങ്ങൾ അത്രയും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ഒരു അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ആ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്നോ ആര് കാരണമാണെന്നോ ഏത് വ്യക്തി മൂലമാണെന്നോ നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അത് തീർത്തും ആ ഒരു തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നോ ദാമ്പത്യ ജീവിതത്തിൽ നിന്നോ പുറത്താക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് എറിയുക എന്നുള്ളത് തന്നെയായിരുന്നു. അവരെന്താണോ അത് വിചാരിച്ചത് അത് നടന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു സമയങ്ങളിലൊന്നും, അതായത് അത്രയും കടുത്ത വേദനകൾ അനുഭവിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്തൊന്നും നിങ്ങൾ ഒരുപക്ഷെ ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ദൈവങ്ങളിലോ ഒരു ശക്തിയിലോ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ധാരാളം വേദനകൾ വന്നപ്പോൾ, ഒരുപക്ഷെ ഈ വ്യക്തിയെ തന്നെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടപ്പോൾ നിങ്ങൾ അത്രയും തകർന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് സ്പിരിച്വലി വളരെയധികം, അതായത് ആത്മീയമായിട്ടുള്ള ഉണർവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തന്നെയാണ്. അത് നിങ്ങൾക്കൊരിക്കലും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിലൂടെ നിങ്ങൾ ഒരുപാട് അറിവുകൾ നിങ്ങൾ പഠിച്ചു, ഒരുപാട് അറിവുകൾ നിങ്ങൾ നേടി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലത്തിന്റെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുജ്ജന്മ പാപമാണ് എന്താണോ എന്നുള്ളത് നിങ്ങൾ അതിലൂടെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഏതൊരു ശക്തിയിലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ.
അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അത് ജീവിത അനുഭവം നിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ പേഴ്സൺ ആണെങ്കിൽ കൂടി മറ്റു പലവരുടെയും അധീനതയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ടും അവർ പറയുന്നതനുസരിച്ച് ചലിച്ചും അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചുമൊക്കെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ആദ്യമൊക്കെ ഒരു ഉത്സാഹവും സന്തോഷവും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കുറഞ്ഞു വന്നതോടുകൂടി നിങ്ങളോടുള്ള അടുപ്പമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർത്തും പലതരത്തിലും അല്ലെങ്കിൽ കൂടുതലും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മോശപ്പെട്ട പ്രവർത്തികൾ, വശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു അഭാവം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അത്രമേൽ അകന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ വളരെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ സംതൃപ്തിയായിട്ടും ഒരുപക്ഷെ നിങ്ങളെക്കാൾ നല്ലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി സന്തോഷിച്ച് ആനന്ദിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ അത് തീർത്തും നിങ്ങളിൽ നിന്നും വലിച്ചു പറിച്ചെടുത്തതാണ്, പിടിച്ചെടുക്കപ്പെട്ടതാണ്. ഒരിക്കലും അത് പ്രപഞ്ചശക്തിയോ ദൈവമോ തീരുമാനിച്ച ബന്ധമല്ല. അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിക്കണം അല്ലെങ്കിൽ ഒന്നിക്കണം എന്നുള്ളതായിരുന്നു യൂണിവേഴ്സിന്റെ തീരുമാനം. പക്ഷെ അതിൽ നിന്നും ഒരു ദുഷ്ടപ്രയോഗം അല്ലെങ്കിൽ ഒരു നീച പ്രവർത്തി ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബന്ധവും, അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധവും നല്ല രീതിയിൽ നിലനിന്ന് പോയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിന് വേദന അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുന്ന എല്ലാവരോടും നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ വ്യക്തിയെക്കുറിച്ചും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഈ വ്യക്തി. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്നതായിട്ടും ഒക്കെ നിങ്ങൾ അത്രമേൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ പല ചതിക്കുഴികൾ അത് ഏതാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനോടകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. അത് തീർത്തും നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമൊക്കെ ഒരുപാട് പേര് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരും, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ അതിനൊന്നും തയ്യാറാകാതെ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മോശപ്പെട്ട ഇതിൽ നിന്നും പുറത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടാകാം. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പലവരുടെയും ബന്ധത്തിലെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു മൂന്നാമത് നിൽക്കുന്ന ആ ഒരു ദുഷ്ടശക്തി ഏതാണോ അതിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നശിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവപ്രകാരം അവർക്ക് വിധിക്കപ്പെട്ടതല്ല അവർ നേടിയിട്ടുള്ളത്. പകരം മറ്റു പലവരുടെയും മനോഹരമായിട്ട് കൊണ്ടു നടന്ന പല കാര്യങ്ങളും പല തന്ത്രബുദ്ധിയോട് കൂടി കൂർമ്മ ബുദ്ധിയോട് കൂടിയൊക്കെ തട്ടിപ്പറിച്ചെടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതെന്ത് കാര്യമാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അത് അവരുടെ ജീവിതത്തിൽ നിലനിന്നിട്ടില്ല, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിട്ടുമില്ല. എന്നിട്ട് പോലും അവർ പാഠങ്ങൾ പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കർമ്മത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമാണ്. പക്ഷെ അവരുടെ എന്നേക്കുമായിട്ടുള്ള ശക്തി ഇല്ലാണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ദുഷ്ടശക്തിയുടെ സാന്നിധ്യം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഇതിനോടകം ഈ ഒരു ജന്മത്തേക്കുള്ള കണ്ണീര് നിങ്ങൾ ഒഴുക്കിയിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് പ്രതീക്ഷയുടെ നാളുകൾ തന്നെയാണ്. കാരണം ആ ഒരു ഉത്തരവാദി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, കലഹങ്ങൾ കൊണ്ടുവന്ന, സംശയരോഗങ്ങൾ കൊണ്ടുവന്ന, അകൽച്ചകൾ കൊണ്ടുവന്ന ഉത്തരവാദി ആരാണോ അവർ തീർച്ചയായിട്ടും ഇതിനോടകം നശിച്ചു പോകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് തീർത്തും അവരുടെ കർമ്മം തിരിച്ചടിക്കാൻ പോകുന്നു. അതവർ മനസ്സിലാക്കും.
അതിനനുസരിച്ച് അവർ പുറകിലേക്ക് മാറും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി തയ്യാറായിട്ടിരിക്കുക. കാരണം നീതി എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോവുകയോ തലയിടുകയോ മറ്റുള്ളവരുടെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാനോ ഒന്നും നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന കാര്യങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് നന്മയായിട്ടും വരാൻ പോകുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.